ഇപ്പോൾ എറണാകുളം CPM ജില്ലാ സെക്രട്ടറി സതീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ലെനിൻ സെൻട്രൽ വിവരങ്ങളിലേക്ക്. സഭയിലെ മന്ത്രിയെ കൊണ്ട് തനിക്ക് നേരെയുള്ള കേസിന് ക്ലീൻ ചീറ്റ് നൽകിയതായി കേരളത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അധികാര ദുർവിനിയോഗം എന്നതുകൊണ്ട് കാണാൻ കഴിയും. വളരെ വ്യക്തമായ അധികാര ദുർവിനിയോഗമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നേരത്തെ തന്നെ ഇതേ വിജിലൻസ് തന്നെ പരിശോധിച്ച് CBI ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന വേണം എന്ന നിഗമനത്തിലെത്തിയ കേസാണ് 70 ദിവസത്തെ പ്രായമുള്ള ഒരു സർക്കാർ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് കാണണം. പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് പല ഘട്ടങ്ങളിൽ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. 2018 പ്രളയത്തെ തുടർന്നാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള പറവൂരിനകത്ത് ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന നിലയിൽ അന്ന് MLA കൂടിയായിട്ടുള്ള പറവൂരിൻ്റെ MLA കൂടിയായിട്ടുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ പുനർജനി പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആക്ഷേപം വിദേശത്ത് പോയി ഫണ്ട് സമാഹരിച്ചു എന്നുള്ളതാണ്. FCRAയുടെ നിയമലംഘനമുണ്ടായിരിക്കുന്നു എന്ന ഗൗരവപ്പെട്ട ആരോപണമാണ് ഉയർന്നു വന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു. ബർമിംഗ്ഹാമിൽ പോയി അന്ന് VD സതീശൻ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ തെളിവ് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന സ്ഥിതിവിശേഷം നമുക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം വിദേശത്ത് പോയി എന്നും വിദേശത്ത് പോയി പണം സ്വരൂപിക്കാൻ ഇടപെട്ടു എന്നതിനുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. അങ്ങനെ വന്ന ഒരു കേസിൽ അങ്ങനെ വിദേശത്ത് പോയി പണം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങാതെയാണ് പോയിട്ടുള്ളത് എന്നുകൂടി വ്യക്തമാക്കപ്പെട്ട സ്ഥിതിക്ക് ആ കേസ് പരിശോധിക്കാൻ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഏജൻസിയുടെ സഹായം വേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ വിജിലൻസിൻ്റെ പരിശോധനയുടെ പരിധിക്കകത്ത് മാത്രം നിൽക്കുന്ന ഒരു കേസല്ല. ആ കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് വ്യക്തത വന്ന് അദ്ദേഹം കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്താൻ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് ആ കേസിൻ്റെ സ്വഭാവം തന്നെ വ്യക്തമാക്കുന്നത് എന്ന് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള ഒരു കേസിനകത്താണ് അധികാരത്തിൽ വന്ന് 70 ദിവസം കൊണ്ട് വിജിലൻസിൻ്റെ മുൻ റിപ്പോർട്ടിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ക്ലീൻ ചീറ്റ് കൊടുത്തതായി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നത് എന്ന് കാണാം. എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്ന് CBI അന്വേഷണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ എല്ലായിടത്തും വെച്ച ബോർഡ് ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞ കേട്ടോ എന്നായിരുന്നു VD സതീശൻ. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി സതീഷാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.